ആണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് മീൻ ബൈ റിയലൈസേഷൻ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. റിയലൈസേഷൻ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. റിയലൈസേഷൻ കൺസെപ്റ്റ് അക്കൗണ്ടിങ് ഇൻകം ഈസ് അക്കൗണ്ടഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. അക്ഷര വന്നു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എൻക്വയറിക്ക് വേണ്ടിയാണ് വന്നത്. അല്ലെങ്കിൽ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അക്ഷര ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അക്ഷര ഇവിടെ വന്നു, ഇവിടത്തെ സാധുവായിട്ടുള്ള അക്കൗണ്ടന്റ് ഓർത്തു അക്ഷര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുമായിരിക്കും എന്നോർത്ത് അയാൾ ഒരു ജേണൽ എൻട്രി ഇട്ട് വെച്ചു. അക്ഷരയുടെ നിന്ന് പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ അക്ഷര അസറ്റ് ആവും, അല്ലെങ്കിൽ അക്ഷരയുടെ നിന്ന് പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ അയാൾ ഒരു ജേണൽ എൻട്രി ഇട്ട് വെച്ചു. ബട്ട് അക്ഷര പോവും ഉറപ്പുണ്ടോ? അക്ഷര പോകുന്ന ഉറപ്പുണ്ടോ? അക്ഷര ജോയിൻ ചെയ്യുന്ന ഉറപ്പുണ്ടോ? ഇല്ല, അക്ഷര ജോയിൻ ചെയ്യുന്ന ഉറപ്പില്ല. എന്തുകൊണ്ടാ? അക്ഷര ഇതുപോലത്തെ 15 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ അക്ഷര അവിടെ വരുന്നത് വരെ, അല്ലെങ്കിൽ വന്ന് അഡ്മിഷൻ ഫീസ് തന്ന് അഡ്മിഷൻ എടുത്ത് ക്ലാസ്സിൽ കയറി ഇരിക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ആ ഇൻകത്തെ റിയലൈസ് ചെയ്യാൻ പാടില്ല. ഇൻകം ഈസ് അക്കൗണ്ടഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. ആ ഇൻകം കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ റിയലൈസ് ചെയ്യാൻ പാടുള്ളൂ. റിയലൈസ്ഡ് മീൻസ് ക്യാഷ് ഈസ് റിസീവ്ഡ്. ഒന്നെങ്കിൽ അക്ഷര ഫുൾ ഫീസ് തന്നെ, അല്ലെങ്കിൽ റൈറ്റ് ടു റിസീവ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അക്ഷരയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള ഉറപ്പ് വരണം. അതായത് അഡ്മിഷൻ ഫീ തന്ന് അക്ഷര അവിടെ ക്ലാസ്സിൽ കയറി ഇരിക്കണം. അപ്പോ ഏകദേശം ഉറപ്പാവും കിട്ടുമെന്ന്, അല്ലെ? അപ്പോ ഇനി കിട്ടിയില്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആക്കിയാൽ ഓക്കെ ആണല്ലോ. റിയലൈസേഷൻ കൺസെപ്റ്റ് ഇൻകം ഈസ് അക്കൗണ്ടഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. അടുത്തത് അക്രൂവൽ കൺസെപ്റ്റ്. എന്താണ്